അധ്യാപനത്തിലും സാഹിത്യത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കണ്ണൂർ സ്വദേശിനി പ്രമജ ഹരീന്ദ്രനെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ബാലസാഹിത്യത്തിൽ മികവുറ്റ സംഭാവനകൾ നൽകിയ ഈ വനിത നൂതനാശയങ്ങൾ അധ്യാപനത്തിലും പ്രാബല്യത്തിലാക്കി വിജയഗാഥ തീർക്കുകയാണ്. നിരവധി പുരസ്കാരങ്ങളും ഈ അധ്യാപികയെ തേടിയെത്തിയിട്ടുണ്ട്. മണ്ണപ്പം ചുട്ടു കളിക്കുമത്രേ, കുട്ടി ഊഞ്ഞാലിലായത്തിലാടുമത്രേ. ചെറുപ്പകാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മാവിലെറിയാൻ പോയിട്ടുണ്ട്, തോട്ടിൽ നീന്താൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പശുവിനെ പുലരിയാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കൾ തന്നെ എന്നോട് പറയും, അമ്മ എന്തിനെങ്ങനെ പുളു പിടിക്കുന്നു. അതായത് ഇപ്പം വലിയൊരു ടൗണിലൊന്നല്ല അവർ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം, ഞാൻ എൻ്റെ ആലോചനയിൽ നഗരത്തിലെ 10ഉം 14ഉം നിലകളിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടികളോട് ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ള ആലോചനയിൽ ഉണ്ടായ ഒരു കവിതയാണിത്. തുമ്പപ്പൂ ചോറാക്കി കാക്കപ്പൂ കറി വെച്ച് ചോറും കറിയും കളിക്കുമത്രേ. ഞാൻ എൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ മുഖക്കുറിപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മക്കളാണ് എന്നെ കഥാകാരിയാക്കിയതെന്ന്. കാരണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞ് കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ കഥ അവർക്ക് അടുത്ത ദിവസം പറ്റില്ല. പുതിയ കഥ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുതുതായി കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അണ്ണാറ കണ്ണൻ കൊടുത്തോരു മാമ്പഴം ഇമ്പിക്കുടിച്ചു രസിക്കുമത്രേ. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിനേക്കാളും ധൈര്യമായി എഴുതാൻ കഴിയും. ഒരാളുടെ മുന്നിൽ അത് തുറന്ന് പറയാൻ ചിലപ്പോൾ പലർക്കും മടി തോന്നിയേക്കാം, പക്ഷെ നമ്മുടെ സ്വകാര്യതയിൽ അത് എഴുതി പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. സന്ധ്യയ്ക്കു ദീപം കൊളുത്തിയതിനോട് പാഹിമാം രാമ എന്നോതുമത്രേ. കേരളത്തിലെ എല്ലാ 4ാം ക്ലാസ്സുകാരും, ഇക്കൊല്ലത്തെ എല്ലാ 4ാം ക്ലാസ്സുകാരും, ഇനി വരുന്ന ചിലപ്പോൾ 5 കൊല്ലത്തെ 4ാം ക്ലാസ്സുകാരും എൻ്റെ ഒരു കഥ പഠിക്കുന്നു, ടീച്ചർമാരത് പഠിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ടീച്ചർമാരും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കഥ വായിക്കുന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. ഞാൻ എത്ര വരെ നമുക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കാൻ പറ്റുമോ എവിടെയും നിർത്താതെ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു വരുമാനമുള്ള ഒരാളാകുമ്പം തീർച്ചയായും നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും, നമ്മുടേതായ വഴിയിലൂടെ നീങ്ങാൻ വേണ്ടി സാധിക്കും. മറ്റൊരാളുടെ അടിമയാവാതെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടി തീർച്ചയായും അത് ആവശ്യമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മുത്തശ്ശി കയ്യാൽ കുഴച്ചോരുരുളകൾ കഥകളും ചേർത്തു കഴിക്കുമത്രേ. കഥയിലെ മാന്ത്രികത്തേറേറി നിദ്രയിൽ കാണാത്ത ലോകത്തിലെത്തുമത്രേ. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം സ്വന്തമായ ഒരു അഭിപ്രായമുണ്ടാകുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. എല്ലാ വനിതകൾക്കും ലോക വനിതാ ദിനാശംസകൾ. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.